നമസ്കാരം. പത്മ. മയക്കമാ കലക്കമാ മനതിലെ കുഴപ്പമാ വാഴ്ക്കയിൽ നടുക്കമാ. ആണല്ലോ, ആയിരിക്കുമല്ലോ അല്ലേ? 2-3 വർഷം വരയ്ക്കും എൻ്റെ അവസ്ഥ അതേ അവസ്ഥ, മുൻപ് പറഞ്ഞ അർജുനത്വം. അതിന് മുൻപും അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ അത് നമ്മൾ വിട്ടു. പക്ഷെ പോകെ 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 അതിങ്ങനെ നമ്മളെ പിടിച്ചു മുറുക്കും എല്ലാ രീതിയിലും. നമ്മുടെ ചെവിയിലും കണ്ണിലും മൊത്തത്തിൽ അത് കേൾക്കും, കാണും, തൊടും, അറിയും, കരയും, വിറയ്ക്കും, എല്ലാം ചെയ്യും. അപ്പോഴൊക്കെ നമ്മളെ എവിടെയെങ്കിലും ഒരു സാധ്യത, ഒരു പിടിവള്ളി കൊണ്ടുതരും. ഇതുപോലെ ചില വരികൾ, ചില കാഴ്ചകൾ, ചില മനുഷ്യർ, അവരെല്ലാം വരും. അങ്ങനെ ഒരു വരിയാണിത്. കവിஞർ കണ്ണദാസൻ എഴുതിയ വരി. MSV ആണ് സംഗീതം ചെയ്തത്. സുമൈ താങ്കി എന്ന സിനിമയിലെ പാട്ടാണിത്. പാടിയിരിക്കുന്നത് PB ശ്രീനിവാസ്. ഈ പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്, ഈ വരി അങ്ങനത്തെ വരിയാണ്. അതാണ് ടൈറ്റിൽ എഴുതിയത്, ബി പോസിറ്റീവ്, നെവർ ഗിവ് അപ്പ്, അങ്ങനത്തെ ഒരു ടൈറ്റിൽ. അങ്ങനത്തെ വരിയാണിത്. അതായത് പാട്ട് ചോദിക്കുകയാണ്, മയക്കമാ കലക്കമാ മനതിലെ കുഴപ്പമാ വാഴ്ക്കയിൽ നടുക്കമാ. ആണ്, മൊത്തത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അടുത്ത വരി പറയാണ്, വാഴ്ക്ക എന്നാൽ 1000 ഇരിക്കും വാസൽ തോറും വേദന ഇരിക്കും. വാഴ്ക്ക എന്നാൽ 1000 ഇരിക്കും. ഇഷ്ടംപോലെ ജീവിതങ്ങളുണ്ട്, ആയിരക്കണക്കിന്. എന്നാൽ ആ ജീവിതങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. വാക്ക് ശ്രദ്ധിക്കണം. കവി കൃത്യമായിട്ട് വാസൽ തോറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരണോ മനസ്സിനകത്തേക്ക് അതിനെ എത്തിക്കണോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അതായത് എൻ്റെ തീരുമാനം, ചോയ്സ്. അല്ലെങ്കിൽ വാസലിൽ വെച്ച് പറഞ്ഞങ്ങ് വിടാം, ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടാം. പക്ഷെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവരും അല്ലേ? ഞാനൊക്കെ വിളിച്ച് വരുത്തി കൊണ്ടുവരും, ഇല്ലാത്തതിനെ മിസ് കോൾ അടിച്ച് കൊണ്ടുവരും, പോയി കൊണ്ടുവരും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ഇപ്പം ചോദിക്കുകയാണ്, വാസൽ തോറും വേദന ഇരിക്കും വந்த துன்பம் ഏതുവെன்றாലും വാടി നിன்றாൽ ഓടുവതില്ല. പ്രശ്നങ്ങളൊക്കെ വന്നു, ദുരിതം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വാടി തളർന്നിരുന്നതുകൊണ്ട് ആ പ്രശ്നം നമ്മളെ വിട്ട് പോകാൻ പോകുന്നില്ല അല്ലേ? അതാണ് പറയുന്നത് പാട്ട്. അടുത്ത വരി, എതുവും താങ്കും ഇതയമിരുന്നാൽ ഇറുതി വരയ്ക്കും അമൈതി ഇരിക്കും. എന്തും സഹിക്കാനുള്ള, താങ്ങാനുള്ള ഹൃദയം ഉണ്ടാക്കിയെടുത്താൽ ഇറുതി വരയ്ക്കും, അവസാനം വരയ്ക്കും സമാധാനവും ശാന്തിയും ഉണ്ടാവും എന്നാണ് പാട്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ, എല്ലാം താങ്ങാനുള്ള ഹൃദയം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പാട്ട് വീണ്ടും പറയാണ്, അതെങ്ങനെ വരണമെങ്കിൽ ഏഴൈ മനതൈ മാളികയാക്കുക. കിനാവ് കാണാനും സ്വപ്നം കാണാനും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോപ്പാ, ചുമ്മാ കാണാൻ സ്വപ്നം. നമ്മളിന്ന് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നില്ലേ? കിനാവ് കാണാമല്ലോ, നാളെ എനിക്ക് ഇന്ന ജോലി വരും, ഇന്നൊരു കാറ് വാങ്ങും, ഇന്നൊരു വീട് വെക്കും, അല്ലെങ്കിൽ ഇന്നൊരു അമ്പലത്തിൽ പോകും, എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഒരു കിനാവ് കാണാൻ പറയുക. ഏഴൈ മനതൈ മാളികയാക്ക് ഇരവും പകലും കാവ്യം പാടും. അങ്ങനെ ഒരു കാവ്യം ഉണ്ടാക്കുന്നത് പോസിറ്റീവായിട്ട്. നാളെ പൊഴുതൈ ഇറൈവന് കളിത്ത്. നാളത്തെ ദിവസം നീയാണ്, നിന്റെ കയ്യിലല്ലല്ലോ. ഇറൈവന് കളിത്ത് നടക്കും വാഴ്വിൽ നിമ്മതി തേടും. ഇപ്പം എന്താണോ ജീവിതം പ്രസൻറ്റിൽ, അതിൽ ശാന്തിയും സമാധാനമായിട്ട് മുന്നോട്ട് പോകും. അടുത്തവർ വീണ്ടും ഒരു കാര്യം പറയാം, നമ്മൾ പിന്നെയും ചിന്തിക്കും, അങ്ങനെ പറ്റും. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയില്ലേ അന്നന്ന്. അടുത്ത വരി പറയണം, ഉനക്കും കീഴേ ഉള്ളവർ കോടി നിനത്ത് പാത്ത് നിന്മതി നാട്. നീ വിചാരിക്കും നിനക്കാണ് പ്രശ്നങ്ങൾ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശനി, രാഹു, കേതു, ലോകത്തില്ലാത്ത പ്രശ്നം എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. ഉനക്കും കീഴേ ഉള്ളവർ കോടി നിനത്ത് പാത്ത് നിമ്മതി നാട്. അതായത് എനിക്ക് എന്തുണ്ട് എന്നുള്ളത് പോലും ഞാൻ മറന്നുപോകും. കാരണം എന്താണ്? മറന്നു പോകും എന്നല്ല, പോയി. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് കാരണം തന്നെ ഇതുപോലെ പല 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 പാട്ടുകളും വരികളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പാട്ടെന്ന് പറയാൻ വിചാരിച്ചത്. അപ്പം എന്തായാലും പ്രശ്നങ്ങളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വരും. എന്തും തടസ്സങ്ങളും തരണം ചെയ്തേ പറ്റൂ. അതിനുള്ള ഉദാഹരണങ്ങൾ എനിക്ക് കിട്ടിയതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ പാട്ട് ഇങ്ങനെയാണ്. മയക്കമാ കലക്കമാ മനതിലേ കുഴപ്പമാ വാഴ്ക്കയിൽ നടുക്കമാ. മയക്കമാ കലക്കമാ മനതിലേ കുഴപ്പമാ
வாழ்க்கையில் நடுக்கமா? வாழ்க்கை என்றால் 1000 இருக்கும், வாசல் தோறும் வேதனை இருக்கும். வாழ்க்கை என்றால் 1000 இருக்கும், வாசல் தோறும் வேதனை இருக்கும். வந்த துன்பம் எதுவென்றாலும் வாடி நின்றால் ஓடுவதில்லை, வாடி நின்றால் ஓடுவதில்லை. எதையும் தாங்கும் இதயம் இருந்தால் இறுதி வரைக்கும் நிம்மதி இருக்கும். மயக்கமா கலக்கமா, மனதிலே குழப்பமா, வாழ்க்கையில் நடுக்கமா? നമസ്കാരം.